പ്രശാന്തിന് സംവിധാനം ചെയ്ത് ജൂനിയർ ഇന്ത്യൻ നായകനാണ് ഡ്രാഗൻ. എനിക്ക് തോന്നുന്നു തെലുങ്കിലാണ് ഈ വർഷത്തെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് ഡ്രാഗൻ. വേറൊന്നുമല്ല, ഫ്രം ദ ഡയറക്ടർ ഓഫ് KGF 1 and 2 ആൻഡ് സലാർ. സലാറിന് എത്ര കൂട്ടണ്ട, കാരണം എനിക്ക് പേഴ്സണലി സലാർ അത്രത്തോളം വർക്കാത്ത ഒരു മൂവിയാണ്. ചില സ്ഥലം വർക്കായി, ചില കാര്യങ്ങൾ ഓൾറെഡി എന്നെ ഉഗ്രം കണ്ട ഒരാളായിരുന്നു. പിന്നെ ഓക്കെ കുറെ അനാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും KGF 1 and 2 ഫ്രം ദ ഡയറക്ടർ ഓഫ് KGF 1 and 2 പ്രശാന്ത് നീൽ, അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജൂനിയർ ഇന്ത്യയുടെ ബോഡിയൊക്കെ ഭയങ്കര ട്രാൻസ്ഫോം ചെയ്ത് പുള്ളി ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ഒരു പബ്ലിക്കിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞൊരു രീതിയിലായിരുന്നു. അത് പുള്ളിനെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഒരു ബോറായിട്ട് തോന്നി. ബോറല്ല, കാരണം പുള്ളി ഒരു ഓറയുണ്ട്. അപ്പോൾ ഇത്രയും മെലിഞ്ഞപ്പോൾ ആ ഒരു ഓറ പോയ പോലെയൊക്കെ തോന്നി. ഇനി മേ ബി സിനിമയ്ക്കകത്ത് വരുമ്പോൾ ആ ക്യാരക്ടറുമായിട്ട് മാച്ച് ആയിരിക്കും, മേ ബി അതായിരിക്കും. വെറുതെ ഒന്നും പുള്ളി അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ ഏതായാലും പടത്തിന് ഗ്ലിംസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ പടത്തിന്റെ കുറെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പം ഇതും സെയിം KGF അല്ലെങ്കിൽ സലാറിന്റെ ഒരു നമ്മുടെ കളർ ഗ്രേഡിങ്ങില്ലേ, ആ ഒരു കരിപുരണ്ട സാധനമില്ലേ, ആ ഒരു സാധനമായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി KGF 1 and 2 കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. സലാറിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് കല്ലേടിയായി തുടങ്ങി, കാരണം ആവർത്തന വിരസത പിന്നെയും തുടങ്ങും. പിന്നെയും ഇതിനകത്തേക്കും കൂടെ ആ സെയിം ടെംപ്ലേറ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറായി തോന്നും. ഒരിക്കൽ രാജമൗലി സലാറിന്റെ റിലീസിന് മുന്നുള്ള ഇന്റർവ്യൂലായിരുന്നു. പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു കളർ ഗ്രേഡിനോട് ഇത്ര ഇതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു എനിക്ക് ഇതിനാണ് OCD എന്ന് പറഞ്ഞു, ഈ ടെംപ്ലേറ്റിന്, പ്രശാന്തിന്. പക്ഷെ ആ ഒരു OCD കൺസെപ്റ്റ് വെച്ച് എടുക്കുന്ന പടമല്ല, ഈ ഒരു ടെംപ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കല്ലുകടി ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ടിനെ ബേസ് ചെയ്ത് ഫ്രാഞ്ചൈസി വരുന്ന സമയത്തൊക്കെയാണ് ഓക്കെ. പക്ഷെ എടുക്കുന്ന എല്ലാ പടം ഒരേ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബോറടിക്കും. ഇതിന്റെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് പോസ്റ്റർ കണ്ടപ്പോൾ അങ്ങനെയായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ട് നമുക്ക് അത് ഗ്ലിംസ് കാണുമ്പോൾ അറിയാം. പിന്നെ ഇതിന്റെ 4 മിനിറ്റും 29 സെക്കൻഡും ഉണ്ട് ഗ്ലിംസ്. ഇത് NTRന്റെ നമ്മുടെ ജൂനിയറിന്റെ ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു. ഏതായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അണ്ണാ. ഏതായാലും നമുക്ക് ഇതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നത് കോട്ടണും സ്റ്റീലിനും സ്പൈസസിനുമായിരുന്നു. ഈ സൗണ്ട് സെയിം വോയിസ് ഓവർ തന്നെയായിരുന്നു സലാറിന്റെ ട്രെയിലറിനകത്ത് തുടങ്ങുമ്പോഴും ഈ പുള്ളി തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, സലാറിന്റെ ട്രെയിലറും സെയിം വോയിസ് ആയിരുന്നു. ആദ്യം വോയിസ് ഓവർ ഈ പുള്ളി തന്നെ ആ പടത്തിന് മൊത്തത്തിൽ വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ 280 വർഷം അവരിവിടെ തുടരാൻ കാരണം ഒരു ചെടിയാ. They came here for the opium poppy, which produces the most addictive substance in the world. ഓപ്പിയം പോപ്പി അതെന്താണോ? ഹെറോയിൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പിയം കൃഷി ചെയ്യുന്ന 2 ഇടങ്ങളുണ്ട്, അഫ്ഗാനിസ്ഥാൻ പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ. ബ്രിട്ടീഷുകാർ ആ പ്രദേശങ്ങളെ നിയന്ത്രണത്തിൽ വെച്ച് 95% ഓപ്പിയം ട്രേഡ് അവരുടെ കൺട്രോളിലാക്കി. പക്ഷേ ഒരാൾ In 1947 when the British left India, they also left behind the most profitable business in the world. ഹെറോയിൻ. അതോടെ ആ വ്യാപാരം രണ്ടായി പിരിഞ്ഞു. ഒന്ന് അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, മറ്റൊന്ന് ഗോൾഡൻ ട്രേഡിംഗ് കമ്പനി. അങ്ങനെ ഓപ്പിയത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ തുടങ്ങി. ഇത് വെച്ചുണ്ടാക്കിയെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഉഗ്രം KGF 1. ആരാണ്? അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി. രുക്മിണി വസന്താണ് 1967. സെയിം മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. ഇതിപ്പോൾ പണ്ട് ഗരുഡനെ എങ്ങോട്ട് തോന്നുന്നു, ആ പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഈ പാറ്റേൺ മാറ്റി പിടിക്കേണ്ട സമയമായിരിക്കും. പടം പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഈ ഒരു സെയിം പരിപാടി സുജോയ് സർക്കാർ, ബോബി സർക്കാർ. On the 3rd day he created the land and the vegetation. And on നമ്മുടെ നമ്മുടെ മിന്നൽമുരളിക്കകത്ത് വില്ലനൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിയുടെ പേരും മറന്നുപോയല്ലോ. ആരാടാ മൊട്ട? വിക്ടർ മെൻഷോ. ഇത് കാണുമ്പോൾ സലാറും KGF ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സെയിം ആ ടെംപ്ലേറ്റ് തന്നെയാണ്. ജനറൽ ദുറാൻ. മറ്റേ ദൈവം 7 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം എന്നൊക്കെ പറയുന്നത്.
ട്രെയിനർ ആരുടെ ഇതൊക്കെ ആൻഡ് ട്രെയിനീസ് ദ 91 deaths. And on the seventh day, God rested. അത് തന്നെ. And then he came. and then പോരട്ടെ. He came. the devil was born. ഹാപ്പി ബർത്ത്ഡേ ജൂനിയർ NTR. ലൂഗർ അസാസിൻ ചീഫ് ഓഫ് ദ അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി. വലിയ വരം തന്നിട്ടുണ്ട്. ട്രിഗർ വലിച്ചാൽ മറന്നു പോകുന്നില്ല. സംഭവം ഉള്ള ലുക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് സലാർ ഫീൽ അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ സ്വപ്നത്തിൽ ഞാൻ കൊന്നവരുടെ മുഖങ്ങൾ വരില്ല. കൊല്ലാൻ പോകുന്ന ബാക്കിയുള്ള ശത്രുക്കളുടെ മുഖങ്ങൾ മാത്രമേ വരൂ. അറിയാതെ പോലും എന്റെ സ്വപ്നത്തിൽ വരരുത്. ड्रैगन और मुझे डाउट है जलील साहब, ये पौधा अफीम ज्यादा उगाता है या विलन? इस कहानी में तो सभी विलन है. ഇവരെഴുതുന്നതിനറിയാം വില്ലന്മാരുടെ അരാജകത്വം. എന്താണ് ടാങ്ക് ബഹളം എല്ലാം ഉണ്ട്. ബിജു മേനോനാ ക്യാരക്ടർ ജലീൽ റഹ്മാൻ അഫ്ഗാനിസ്ഥാൻ ലോജിസ്റ്റിക്. ഓ ബിജു മേനോണ്ട് പ്രതി. നിങ്ങളാണ് സാർ, നിങ്ങളത് തടയണം. ഓ അനിൽ കപൂർ എല്ലാവരും ഉണ്ടല്ലോ. എന്താടാ ഇത്? നവംബർ 11 അതോ മെയ് ജൂൺ 11 ജൂണാണോ നവംബറാണോ? ഇത് ഡേറ്റ് ആണോ മന്താണോ? ചില സമയത്ത് മാറ്റി വെച്ചിടും. ഡ്രാഗൻ കൊള്ളാം സംഭവം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ സെയിം മേക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ തന്നെ. പിന്നെ എനിക്കിതിനകത്ത് ഈ ട്രെയിലർ NTRനെ കണ്ടപ്പോൾ പോലെ പുള്ളിയുടെ ആ ഒരു സാഗ് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിന് പ്രഭാസ് അതിനെ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിരുന്നു. കാരണം പ്രഭാസ് ശ്രീനി വരുമ്പോൾ കിട്ടുന്ന ഓറയുണ്ട്. എനിക്കൊന്ന് ഈ NTR ഈ ബോഡിയൊക്കെ ആക്കാൻ ഭയങ്കര പുള്ളിയുടെ മുഖം ഭയങ്കരമായിട്ട് മുഖത്ത് ഒളിച്ചിട്ട് ഒരു വണ്ണമുള്ളത്. ആ ഫാറ്റ് ഭയങ്കര കുറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര മുഖത്തിൻ്റെ ഒരു ഷേപ്പേ മാറി. പുള്ളിക്ക് ആ ഒരു സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ പ്രസൻസ് കിട്ടുന്ന പോലെ തോന്നില്ല. ഈ ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലറെ ഗ്ലിംസ് കണ്ടപ്പോൾ മേ ബി പടത്തിൽ അടിപൊളിയായിരിക്കും. പിന്നെ മ്യൂസിക് അസോസിയേഷൻ റിവ്യൂസറാണ് ഈ പൊട്ടിക്കൽ പരിപാടി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കണ്ട് ശീലിച്ച ഫ്രെയിം പിന്നെ കാണുന്ന ഫീലുണ്ട്. ആദ്യം അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പിന്നെ NTRനെ കണ്ടപ്പോൾ എനിക്ക് സലാറും KGF ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ ബിജു മേനോനും അനിൽ കപൂറൊക്കെ ഉള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. സോ ബിജു മേനോനൊക്കെ നമ്മുടെ NTRന്റെ കൈ കിട്ടി എങ്ങനെ യൂസ് ചെയ്യുന്നറിയില്ല. പുള്ളി ഒരു പാവം ക്യാരക്ടറായിട്ട് എങ്ങാണെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം, കുഴപ്പമില്ല. ഗ്ലിംസ് കണ്ടിട്ട് അതിന് മാത്രം പറയാനൊന്നുമില്ല. പിന്നെ ടാങ്ക് വെട്ടി പുക ബഹളങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നത് ഇത് ഡ്രാഗൺ 1 ഫസ്റ്റ് പാർട്ട് കൊണ്ട് നിർത്തുന്നു. ഇനിയും പാർട്ടുകൾ കാണും. പുള്ളിയുടെ ശൈലി അതാണ്. ഇനി സലാർ വരാൻ കിടപ്പുണ്ട്. സീസ് ഫയർ അല്ലേ സെക്കൻഡ് പാർട്ട് ഏതായിരുന്നു? സീസ് ഫയർ ആണെന്ന് തോന്നുന്നു. സീസ് ഫയർ ഫസ്റ്റ് അല്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് പാർട്ട് അതിന് വരാൻ കിടക്കുന്നു. പിന്നെ ഷൗരാങ്കി ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഏതായാലും നമുക്ക് വരും പാർട്ടുകളെ അറിയാം. എനിക്ക് കുഴപ്പമില്ലെന്നുള്ളൊരു ഗൂസ് ബംസ് കിട്ടില്ല. കാരണം നമ്മൾ സ്ഥിരം കണ്ടുമടുത്ത സാധനം തന്നെയാണ്. ആ ഒരു ടെംപ്ലേറ്റ് പരിപാടി തന്നെയാണ് ഇവർ പിടിച്ചാക്കുന്നത്. ഇതിനകത്ത് എത്രത്തോളം നന്നായിട്ട് പുള്ളി ആക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ അറിയത്തുള്ളൂ. ഇനി ട്രെയിലർ വരട്ടെ, ടീസർ വരട്ടെ, കാര്യങ്ങളൊക്കെ വരട്ടെ. ഏതായാലും ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് ഓക്കെ ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ടല്ലേ നമ്മുടെ ഗ്ലിംസ് കണ്ടിട്ട് എന്താണെന്ന് തോന്നിയ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇസ്മി അഭിത്ത് ആൻഡ് യുവർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രൈ.